ഈ ഇവളുടെ ഇവിടെ കാരണം അടിച്ചോർണം കൊടുക്കാൻ പറ്റും. 20 പേരിലധികമുള്ള സംഘാംഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടവർ മാത്രമേ ഇവരുടെ അടുത്ത് എത്തിയിട്ടുള്ളൂ. എന്റെ തൊട്ടു പിന്നിൽ വന്നു നിൽക്കുന്ന 2-3 മലയാളികൾ ഹിന്ദിക്കാർക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ADGP വെങ്കടേഷ് സാറിനെ വിളിച്ചു പറഞ്ഞു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെ അടുത്ത് ഞാൻ വിവരം വിളിച്ചു പറഞ്ഞു. 1ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നു? ജെയിംസിന്റെ ചോദ്യങ്ങൾ ആ പോണ സ്ത്രീ അവർ ചോദിക്കാണ് എന്റെ പ്രോബ്ലം എന്താണെന്ന്. എനിക്ക് എന്താ പ്രോബ്ലം? ഒരു കൊട്ട ആളുകളാണ് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കണത്. ആ കൊച്ചിനെ കൂടെ എത്ര തച്ച് പണിയെടുപ്പിക്കണം അറിയോ? കൊച്ചിന് തച്ചില്ലല്ലോ, ആരും ചോദിക്കാനും പറയുന്നില്ല. മോനെ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചടാ, വേണ്ട. അല്ല കുട്ടികളെ കൊണ്ട് കുട്ടികളെ അല്ല ഈ കൊച്ചി അവിടെ ഓടല്ലേ. നീ ഓടല്ലേ, ആ സ്ത്രീയുടെ ഒക്കത്തിരിക്കുന്ന കുട്ടിക്ക് അപകടമുണ്ടാകുമോ എന്ന് ഭയന്ന് ഞാൻ എന്റെ വേഗത കുറച്ചു. ആ വാഹനത്തിനും മറവിൽ കൂടെ ഓടി വന്ന ഒരു ചെറുപ്പക്കാരൻ ആ കുട്ടിയെ പിടിച്ചു വാങ്ങി മുന്നോട്ട് കുതിച്ചു. കുട്ടിയെ അയാളെ ഏൽപ്പിച്ച് ആ സ്ത്രീ എനിക്ക് നേരെ ആക്രോശത്തോടെ തിരിഞ്ഞു. എന്നെ അവിടെ വീഴിക്കുവാൻ ശ്രമിച്ചു. അവനങ്ങനെ അമർത്തി ഞെക്കിപ്പിടിച്ചിരിക്കുന്നു. വായു കിട്ടാത്തതുപോലെ പിടയ്ക്കുകയാണ് ആ കുട്ടി. ഈ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ട് ഓടണേ? ഈ കൊടന്ന് പിടിച്ചടാ. എന്താ പ്രശ്നം? നീ എങ്ങോട്ടാ കൊച്ചിനോട് ഓടണേ? ഈ കൊച്ചിനെ ഭിക്ഷാടന മാഫിയ എന്ന് പേരിട്ട് നമ്മൾ വിളിക്കുന്ന അന്യസംസ്ഥാനക്കാർ കേരളം വിട്ട് പോയി തുടങ്ങിയിരുന്നു. ഇപ്പോഴിതാ സാധനങ്ങൾ വിൽക്കുവാനെന്നുള്ള വ്യാജേന അവർ കുറച്ച് പേനയും മറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് ട്രാഫിക് ലൈറ്റിൽ വന്ന് നിൽക്കുകയാണ്. ഗ്ലാസ് താത്തി കഴിയുമ്പോൾ നമ്മളുടെ ജനം കാണുന്നത് നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന ദൈന്യതയുടെ നിറരൂപമായിട്ടുള്ള ഇവരുടെ ഒക്കത്തിരിക്കുന്ന കുട്ടിയെയാണ്. ഒരു മടിയുമില്ലാതെ മലയാളി വലിയ തുക ഇവർക്ക് കൊടുക്കുകയാണ്. മലയാളിയുടെ കാരുണ്യം കൃത്യമായി അറിയാവുന്ന ഇവർ വീണ്ടും ഇതാ കേരളത്തിലേക്ക് മടങ്ങി വന്നു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഗ്യാങ്ങിലെ ഓരോരുത്തരായി അതാ വന്നു തുടങ്ങി. ഒന്നും സംഭവിക്കില്ല, നിങ്ങളോട് നിൽക്ക്. ഒരു പ്രശ്നമില്ല, പോലീസ് വരട്ടെ. നീ നിലവിളിക്കണ്ട, നീ നിൽക്ക്, വെയിറ്റ് ചെയ്യ്, പോലീസ് വരട്ടെ. ഞാനിവിടെ പീഡിപ്പിച്ചെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഞാനിവിടെ പീഡിപ്പിച്ചെന്ന് പറയുന്നു. അല്ലെങ്കിൽ കൊണ്ടോ നീ എന്തെങ്കിലും നിലവിളിക്കണേ? കണ്ണീർന്ന് വരുന്നില്ലല്ലോ. നീ എന്തെങ്കിലും നിലവിളിക്കണേ? എന്തിനാണ്? बाबू सॉरी नेक्स्ट टाइम नहीं मिलेगा सर इधर
एडोपल्ली में कोची नहीं मिलेगा साहब। നീ അവിടെ നിൽക്കി, നീ അങ്ങോട്ട് കൊച്ചിനെ കൊണ്ട് വെടിയുണ്ടോ ഓടിയത്? कोची मेरा है सर। सिंगल है ना, सिंगल को क्रॉस करके जा रहा था सर। गलत किया? साउंड हुआ ना, उस टाइम हमको डर लगा। क्यों डर? क्यों डरता है? ये तुम्हारा बच्चा है? हमारा बच्चा। फिर क्यों डरते उसको? बाबू देखो हमारा बच्चा बच्चे हैं तो क्यों डरते हैं? हमारा बच्चा है सर। फिर क्यों डर? हमारा बच्चा നീ है। ഒരു കാർഡ് ഒന്നും കാണിക്കണം, നീ അവിടെ നിൽക്കി. പോലീസ് വന്നിട്ട് നീ ഐഡി കാർഡ് അവരെ കാണിച്ചു. पुलिस आने तो तुम्हारा उसको बताओ। ഓട്ടോ ഡ്രൈവറുടെ പോലീസിനെ വിളിച്ചു. ഒരു തുള്ളി കണ്ണുനീരില്ലാതെ അവളുടെ നിലവിളി ശബ്ദം അങ്ങനെ ഒരേ താളത്തിൽ ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു. കണ്ണൂരിൽ നിന്നും നഷ്ടമായ ദിയ ഫാത്തിമയെയും ആലപ്പുഴയിൽ നിന്നും പോയ രാഹുലിനെയും ഇന്നും കിട്ടിയിട്ടില്ല. അന്യസംസ്ഥാനക്കാർ ഏതെങ്കിലും കുട്ടിയുമായി നിങ്ങളുടെ മുൻപിൽ വന്ന് പെട്ടാൽ അവർ ഭിക്ഷാടനം നടത്തുകയാണ് എന്ന് മനസ്സിലായാൽ തടഞ്ഞു നിർത്തി അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കണം. ഇതിന് നമ്മുടെ പോലീസ് ഒരിക്കലും പൊതുജനത്തെ ശിക്ഷിക്കുകയില്ല. ഇതിന്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ധൈര്യമായി ബാലാവകാശ കമ്മീഷനെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മുടെ കേരളത്തിലെ കമ്മീഷൻ ശക്തമാണ്, തീർച്ചയായും നടപടി ഉണ്ടാകും. सर പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ട്. सॉरी बाबू। ഇവന്റെ കൊച്ചാണ്, ഇവൻ ഈ കൊച്ചിനെ വേണ്ടി വെടിയുണ്ടോ ഓടേണ്ട ആവശ്യമുണ്ടോ? भैया सर मेरा सामान है उधर, सामान हमारे हम उठा लीजिए सर, आज उठा लीजिए ले काट लेने हमारे आज तो नहीं जन्म थी सर। ഇവരുടെ സ്മാർട്ട് ഫോണുകളിൽ കളർഫുള്ളായ വസ്ത്രധാരണത്തിൽ ഇവർ തന്നെ നിരന്നു നിൽക്കുന്ന ഒട്ടനവധി ഫോട്ടോസ് ഞങ്ങൾ കണ്ടു. നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവരാണ് ഇവർ ഇവരുടെ നാട്ടിൽ. നമ്മൾ മലയാളികൾക്ക് അത്ര അനുകമ്പയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ പേർ ചെറ്റക്കുടിലുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാൻ നാണിച്ച് പട്ടിണി കിടക്കുന്നു. സ്വന്തം മക്കൾക്ക് പോഷകാഹാരം കൊടുക്കാതെ എത്രയോ അമ്മമാർ ദുഃഖിക്കുന്നു. അവരെയൊന്നും സഹായിക്കുവാൻ നിങ്ങൾക്കാവില്ലേ? അതേപോലുള്ള ഒറ്റ ഒന്നത്തിന് ഇവിടെ പിള്ളേരെ കൊണ്ട് വരുന്നതിന് പൈസ കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകും. കരഞ്ഞ മനുഷ്യർ കണ്ണുനീര് വരണം, ഇങ്ങനെയാണോ കരയുന്നത്? കരഞ്ഞ മനുഷ്യർ കണ്ണുനീര് വരണം, ഇങ്ങനെയാണോ കരയുന്നത്? मेरा सामान है उधर है। ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ അവൾ അങ്ങനെ അവളുടെ നിലവിളി ശബ്ദം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരിറ്റു കണ്ണുനീരെങ്കിലും നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ആ നാട്ടുകാരെല്ലാവരും ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ അവൾ നിശബ്ദയാകും. വീണ്ടും അവളുടെ നിലവിളി ശബ്ദം തുടർന്നു. मेरा सामान है उधर है सर, सामान। നീ ട്യൂണൊന്ന് മാറ്റി പിടിക്കും, വേറെ ട്യൂണിൽ പാട്, വേറെ ട്യൂണിൽ പാട്, വേറെ. सॉरी सर। അവളെന്നെ ഉടുപ്പ് കൂട്ടിപ്പിടിച്ചു, ഉടുപ്പ് കൂട്ടിപ്പിടിച്ച് പിടിച്ചിട്ട് എന്നെ മൈക്കെല്ലാം തെറിച്ചു പോയി. हमारा बेटा है। ഇങ്ങോട്ടോ ഇങ്ങോട്ടോ जा रहा है सर, बाबू जा रहा है। ഇങ്ങോട്ടോ ഇങ്ങോട്ടോ बाबू जा रहा है सर। ഒരു കർച്ചു ഞാൻ വേറെ മേടിച്ചു തരാം. बाबू माँ कसम से सर। നീ അവിടെ നിൽക്കുക, നീ അവിടെ നിൽക്കുക, നീ അവിടെ നിൽക്കുക. हमारा बेटा है। എൻ്റെ തൊട്ടു പിന്നിൽ വന്നു നിൽക്കുന്ന ചിലർ നല്ലതോ ചീത്തയോ എന്താണിവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ ബഹളങ്ങൾക്കിടയിൽ ഹിന്ദിക്കാർക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്താണിവർ പറയുന്നതെന്ന് എനിക്കറിയില്ല. വന്നാ അത് ഗാർഡാണ്, പോലീസ് ഒന്നുമില്ല. എൻ്റെ പിന്നിലും സൈഡിലുമായി 2-3 പേർ നിലയുറപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ അവർ പുറത്തുപോയി ഹെൽമെറ്റ് വെച്ച് വീണ്ടും വന്നിരിക്കുന്നു. ഇവരിൽ ചിലർ ഹിന്ദിക്കാരന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ ഹെൽമെറ്റ് വെച്ച ചെറുപ്പക്കാരനും ഇയാളോടൊപ്പം 1-2 പേരും. ഈ വാർത്തയുടെ അവസാന ഭാഗം വരെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ അവർ ആക്രമിക്കുവാൻ വേണ്ടി വന്നു. ഇവരൊന്നും ഭിക്ഷാടകരുടെ ആളുകളാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. എന്നോടെന്തോ പ്രത്യേക വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. മഴയും നനഞ്ഞുകൊണ്ട് കൊച്ചിനെ കൂടെ അവിടെ ഭിക്ഷ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ സാധനങ്ങളുമായിട്ട് ഇവനിപ്പോൾ ആ സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ കൊണ്ടത് കൊടുത്തു. അവിടെ ചെന്ന് ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ഭിക്ഷ ഉണ്ടെങ്കിൽ ഈ കൊച്ചു നനഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നീ കുടഞ്ഞു കുടിക്കുക, അല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. കൊച്ചിനെ പിടിച്ചോണ്ട് ഭിക്ഷാടനം പറ്റൂല. ആ പോലീസുകാരോട് ഇങ്ങോട്ട് വരാൻ പറ. ആ പോലീസിനോട് ഇങ്ങോട്ട് വരാൻ പറ. പോലീസ്
मेरा है सर। കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് തോന്നിപ്പിക്കും വിധം ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലീസിനെ അവർ എടുത്തു കാണിച്ചു. കൂടാതെ അയാളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും കുട്ടിയുമായി അവർ കുറെ ഏറെ പേർ നല്ല വസ്ത്രധാരണത്തിൽ നിൽക്കുന്ന ഏറെ ഫോട്ടോഗ്രാഫുകളും പോലീസിനെ കാണിച്ചു. ഇതെല്ലാം തെളിവുകൾ എന്ന് പറഞ്ഞ് കുറേയേറെ തുണ്ട് പേപ്പർ മടക്കി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് സർവ്വസജ്ജമായി നിൽക്കുന്നതിൽ തന്നെ എന്തോ ഒരു പൊരുത്തക്കേട് തോന്നുന്നില്ലേ? गाँव चले जाएंगे। गाँव जा रहा है अपने मालिक। राजस्थान गाँव जा रहा है साहब, गाँव जा रहा है अपने मालिक। आज कुछ नहीं दिखा है सर इधर दिख गया तो सर പഴയ നനഞ്ഞ് കൊച്ചിനെ ഇവിടെ കൊണ്ട് ഭിക്ഷ ഇടിക്കാന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങൾ നേരെ കൈ നീണ്ടി നിങ്ങൾ അങ്ങനെ പൈസ കൊടുക്കണം. ഈ കൊച്ചിനെ കണ്ടോണ്ടല്ലേ ആ പരിപാടി വേണ്ട. കൊച്ചിനെ രാവിലെ കൊള്ളിട്ട് പണിയെടുപ്പിക്കും. അവരുടെ കൊച്ചായിക്കോട്ടെ, നമ്മളല്ലാന്ന് പറയുന്നില്ല, അത് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഇവിടെ എന്തൊരു ജീവമരണ പോരാട്ടം ഈ വണ്ടിക്കട കൂടെ കാണിച്ചത് പിന്നെ എന്തിനാണ്? നമ്മുടെ നാട്ടിൽ ഭിക്ഷാടനം നിരോധിക്കപ്പെട്ടതല്ലേ? गलती से हो गया सर। ഈ കൊച്ചുങ്ങളെ കാണുമ്പോഴല്ലേ ആളുകൾ പൈസ കൊടുക്കണം. ആ കൊച്ചിനെ കൂടെ എത്ര തച്ച് പണിയെടുപ്പിക്കണം അറിയോ? എത്ര തച്ച് പണിയെടുപ്പിക്കണം? എത്ര മണിക്കൂറായി ഞങ്ങളിവിടെ നോക്കിയിരിക്കുക. മഴയൊന്നും പ്രശ്നമല്ല, മഴയൊക്കെ കൊച്ചു നനയാ. बाबा अभी आया है सर, वो बड़े सर अभी आया है बड़े। നീ സാറിനോട് പറ. സാറിനോട് പറ. 6 മാസം പ്രായമുള്ള കൊച്ചിനെ യുപിയിൽ നിന്ന് ബീഹാറിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചോദിക്കാൻ പറയാൻ ആരുമില്ല അവിടെ നിന്ന്. ഇതൊന്നും ഇവരുടെ പിള്ളേരാണെന്നുള്ള യാതൊരു ഉറപ്പില്ല. ഇനി അവർ പ്രൂവ് ചെയ്യണം, അവർ പ്രൂവ് ചെയ്യും. നമുക്കൊക്കെ 7 മണിക്കൂർ അല്ല 8 മണിക്കൂർ ജോലി ചെയ്യണതിന് തച്ചുണ്ട്. കൊച്ചിന് തച്ചില്ലല്ലോ, ആരും ചോദിക്കാൻ പറയുന്നില്ല. മഴയും നനഞ്ഞ 60 മണിക്കൂറും വിഷയമുണ്ട്. മോനെ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചടാ. വേണ്ട, ഒരു പട്ടിയെ കൊണ്ടുവന്ന് നനയാതെ വേണ്ട. വേണ്ട, അപ്പോൾ നോക്കിയാൽ വേണ്ട, നനയാതെ എത്ര ഭദ്രമായിട്ട് ആ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോകണം നോക്കി. ഇവിടെ പുല്ല് പോലെ നടു റോഡിൽ നിന്ന് ഈ കൊച്ചിനെ നനച്ചിട്ട് ഉണ്ടാക്കുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. അങ്ങനെ വേണ്ട. ഞാൻ അടിച്ചു വാരിയിടും, ഇവര് വൃത്തികേടാക്കി പോകും, ഞാൻ പിന്നെ അടിച്ചു വാരിയിടും. ഇത് സ്ഥിരമായിട്ട് പാടാ. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയ ചൂടായി ഇവരും ചൂടായി. ഇവ മാത്രമല്ല, വേറെ ടീമുണ്ട്. വലിയൊരു സംഘമുണ്ട്. നിനക്ക് ഇവിടെ നാട്ടുകാരെ പഠിപ്പിക്കാം. മലയാളം അറിയില്ല, അവന് മലയാളം അറിയില്ല. അവനെ ഒന്നാം തൊട്ട് മലയാളം അറിയാം. मेरे को आप भी पहले देखा नहीं? झूठ मत बोलना। मेरा बिल्डिंग के नीचे आप लोग खाना खा रहा था, भूलना मत। पहले मैं जब आप लोग को भगाया था, आपने बोला 2 दिन हो गया। झूठ मत बोलो, झूठ मत बोलो। बच्चा मुझे पता नहीं, നമ്മുടെ ബിൽഡിങ്ങിനടിയിൽ വന്നിട്ട് ഇവര് ചോറുണ്ടറിയാണ്. ഇവനിപ്പോ കൈ കൂപ്പണ അന്ന് തന്നെ ചൊറങ്ങാ. അടിക്കാമെന്നല്ലേ? बाबू स्कूल में बच्चा है हमारा, बड़ा बेटी स्कूल में है सर। बच्चा का मुझे पता नहीं, ഞാൻ കൊച്ചിന്റെ മുഖം ഓർക്കുന്നില്ല. ഒരു മിനിറ്റ് ഉണ്ടായിരിക്കും. ഇവന് മലയാളം അറിയാം. ഹിന്ദി. ഇവൻ നമ്പർ 1 ഫ്രോഡാണ് ഇവൻ. ഈ തൊട്ടടുത്ത് കടയിലുള്ള ആളുകൾ സാധനം കൊണ്ട് വെച്ചാൽ ഈ സാധനം വെക്കണം പറഞ്ഞപ്പോഴേ മാഡം ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇവളുടെ ഇവിടെ കരണൊട്ടിച്ചൊരെണ്ണം കൊടുക്കാൻ പറ്റുമോ? ഒരൊറ്റ അടി ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് പറ്റൂല, അതുകൊണ്ടാ. കാരണം അവളിങ്ങോട്ട് നോക്കിയതാ ഇതുണ്ടോ, ഇന്ന് നെഞ്ചു കൂട്ടി പിടിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് ഈ നട്ടു റോഡിൽ വെച്ചിട്ട് ഇവിടെ ഈ നിന്ന ആളുകളെല്ലാം ദൃസാക്ഷികളാ. നീ എന്നെ ഈ നട്ടു റോഡിലിട്ട് പിടിച്ചെന്നെ തല്ലിയില്ലേ? കാണണം ഈ ചേച്ചിനെ കൊണ്ട് നടി. ഒരു കഷ്ടമാണ്. നീ ഒന്ന് വിട്ടടാ. നീ അവിടെ മാറി നിൽക്കേ. 20 പേരിലധികമുള്ള സംഘാംഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടവർ മാത്രമേ ഇവരുടെ അടുത്ത് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ദൂരെ മാറി നിന്ന് രംഗനിരീക്ഷണം നടത്തുകയും മറ്റുള്ളവരെ ഫോണിൽ കൂടെ വിളിച്ചു വരുത്തുകയുമാണ്. ഇവിടെ നിയമം നടപ്പാക്കണ ഞാനല്ല ലോ ആൻഡ് ഓർഡർ ഞാനല്ല, പോലീസാണ്. നീ കൊച്ചിന് വെള്ളം കൊടുത്തു. വിചാരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രതികരിക്കണോ? പേരെന്താ?
അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ തന്നെ ആ സബ് ഇൻസ്പെക്ടറുടെ അടുത്ത് പോയിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ കേട്ടു. അപ്പോൾ നല്ല ഉദ്ദേശമല്ല, കാരണം ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്ന ആളുകൾക്ക് വ്യക്തമായ ധാരണകളുണ്ട്. ഇവിടെ ഭിക്ഷാടനം നിരോധിക്കപ്പെട്ടതാണ്, നമ്മുടെ നാട്ടിൽ ഭിക്ഷാടനം ഇല്ല, ഇവിടെ നിരോധിക്കപ്പെട്ട നിയമം മൂലം നിരോധിക്കപ്പെട്ട കാര്യമാണ് ഭിക്ഷാടനം. ഈ സകലമാന ആളുകൾ നോക്കി നിൽക്കുമ്പോഴാണ് ആ കൊച്ചിനായിട്ട് വണ്ടിക്കടയിൽ കൂടെ അവൾ ഓടിയത്. ഓക്കെ, എന്താ പ്രശ്നം പറഞ്ഞു? അല്ല, ഞാൻ ശ്രദ്ധിച്ചു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതെ 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 അതെ, അല്ലല്ല, തല്ലാൻ നടക്കൂല. തല്ലിച്ചും പോകും. അതെന്തിനാന്ന് എനിക്കറിയാം. ആദ്യം അത് അവരുടെ കൊച്ചല്ലെന്നും പറഞ്ഞിട്ടാണ് ശബ്ദം പോലും എനിക്കില്ല, ശബ്ദം പോലും എനിക്ക്. അപ്പൊ ഞാൻ എങ്ങനെയാണ് പറയണത് അവരുടെ കൊച്ചല്ലെന്ന്? ഞാൻ എങ്ങനെ പറയും? ഇവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ട് ഇത് അവരുടെ കൊച്ചല്ലെന്ന് എങ്ങനെ പറയും? കുട്ടികളെ കൊണ്ട് പറ്റില്ല, കുട്ടികളെ കൊണ്ട് ഭിക്ഷാടനം പറ്റില്ല. അത് പറഞ്ഞു തന്നെ, അത് പറഞ്ഞു അല്ല, അത് പറഞ്ഞു തന്നെ, അത് പറഞ്ഞു തന്നെ നടക്കില്ല, നടക്കില്ല. ചേട്ടൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് എന്താണ് എന്താണ് എന്താ പറഞ്ഞത്? അത് ആ കൊച്ചിനെ കട്ടുകൊണ്ട് വന്നപ്പോ ക്യാമറ തിരിച്ചു നിൽക്കലുണ്ടാവും. അങ്ങനെ പറയട്ടെ, ഈ നാട്ടുകാരെല്ലാം പറയട്ടെ, ഈ നാട്ടുകാർ പറയട്ടെ. എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, ഒന്നാമത് ഇവിടുത്തെക്കാരല്ല, എനിക്ക് പ്രശ്നമുണ്ട്. വെറുതെ ഷോ നീ വിചാരിച്ചു എന്റെ ക്യാമറ തന്നെ ഞാൻ പറഞ്ഞത്, എന്റെ ക്യാമറ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ കൊച്ചിനെ കൊണ്ട് ഈ മഴയെ നടുവിടെ നമ്മുടെ ഭിക്ഷാടനം നിരോധിക്കപ്പെട്ട നമ്മുടെ നാട്ടിൽ ഈ കൊച്ചിനെ കൊണ്ട് ഇവരോട് ഭിക്ഷാടനം നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ കൊച്ചിനെ കൊണ്ട് ആ സ്ത്രീ ഓടിയപ്പോ ഇവൻ ഓടി വന്ന് കൊച്ചിനെ മേടിച്ചോണ്ട് അവൻ ഓടിക്കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു അവനെ വിടരുതെന്ന് പറഞ്ഞു. കാരണം അപ്പത്തെ ആ സ്ത്രീ എന്തെങ്കിലും പിടിച്ചു നിർത്തി, ഇതാ നോക്ക് എനിക്ക് പരിക്കുണ്ടാക്കിയിട്ട് അവനെ കൊണ്ട് ആ കൊച്ചു ഓടി. അത് കഴിഞ്ഞപ്പോ ഇവരെന്തായി പറയണേ? അല്ല, ഈ ഹിന്ദിക്കാരെ കൊണ്ട് നിങ്ങൾ എന്താ പറയില്ല. ഒരു കാര്യം പറയട്ടെ, കുട്ടികളെ കൊണ്ട് ഭിക്ഷാടനം പറ്റില്ല എന്നുള്ളത് നിയമമാണ്. ഞാനൊരു ക്രൈമും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുകയുമില്ല. അല്ല, തല്ലണം തല്ലിക്കോട്ടെ, നമ്മളത് പേടിയൊന്നുമില്ല. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കയറി ഒരു കൊച്ചിനെ ഈ നാടോടിയിൽ എടുത്തുകൊണ്ടുവന്ന് തുടങ്ങി. രാത്രി 2:30 മണിക്ക് കലൂര് ആ മെട്രോ പില്ലറിന്റെ അടിയിൽ ഞാനാ പോയി പിടിച്ചേ. അതിന് ഇവിടെ ആർക്കും കുഴപ്പമില്ല. ഇതാരാ പറ, ആൻസർ ഇതാരാ? ഈ സ്ത്രീ എറണാകുളത്ത് പട്ടാപ്പകൽ ഒരു വീട്ടിൽ കയറി കുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു. കുട്ടിയുടെ അമ്മയുടെ സമയോചിത ഇടപെടൽ മൂലം കുട്ടി രക്ഷപ്പെട്ടു. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ ബന്ധുക്കൾ അന്ന് തന്നെ പരാതി കൊടുത്തു. രാത്രി 8 മണിക്ക് ശേഷം തുടങ്ങിയ തെരച്ചിലിൽ പുലർച്ചെ 2:30 മണിയോടുകൂടി കലൂർ മെട്രോ പില്ലറിന് അടിയിൽ നിന്നും ആ സ്ത്രീയെ ഞങ്ങൾ കണ്ടെത്തി. ക്യാമറ മുമ്പിൽ ഷോ കാണിക്കുന്നതാണ് താനണ്ടി ഫേവറേറ്റ് തല്ലിക്കും. എനിക്ക് ക്യാമറ വേണ്ടി പറയും, എനിക്ക് ക്യാമറ ഓഫ് ചെയ്യണം, ക്യാമറ ഓഫ് ചെയ്യണം. ഒന്നുമില്ല, അല്ല എന്നെ തല്ലുന്നു. അല്ല എന്നെ തല്ലണ ഇയാൾക്ക് എന്നെ തല്ലണം. ആര് പറഞ്ഞു? ആര് റൈസായി? ഞാനേ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നോക്കാറുണ്ട്. ഇനി താൻ പറഞ്ഞു എന്റെ കണ്ടന്റ് എന്താ പറഞ്ഞു, എന്റെ കണ്ടന്റ് എന്ന് ഞാൻ പറഞ്ഞു. താനിപ്പോ പറഞ്ഞു ഇവിടെ വേറെ ആളോ പറയൂല. താനും പറയും ഇയാളും പറയും, താൻ പറഞ്ഞു ക്യാമറ മുമ്പിൽ ഷോ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ആണല്ലോ ഞാൻ എങ്ങനെ വിശ്വസിച്ചു? പല ദിവസം ഇവിടെ നിന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ പണി ചെയ്യണത്. ഞാൻ വിശ്വസിച്ചു, പ്രശ്നമില്ലല്ലോ. എവിടെ
വെച്ചാൽ ഞാൻ ഇവിടെ പോകുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കും. ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. കാലം പറയണേ ഉണ്ടാകണം. ഇവന്മാരുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് ഓട്ടോക്കാർക്കും നാട്ടുകാർക്കും മനസ്സിലായി. ആളുകൾ കൈവെക്കുമെന്ന് ഉറപ്പായപ്പോൾ ഞാൻ കയറി തടസ്സം സൃഷ്ടിച്ചു. അവർ ചെയ്യട്ടെ, അധികാരികൾ വരട്ടെ, അവർ ചെയ്യണ എല്ലാവരും ഇവിടെ നമ്മളത് അനുഭവിക്കണം. ശരി, രണ്ട് വീഡിയോ കാലത്തിൽ കണ്ടാണ് ചേട്ടനല്ലേ മറ്റേ ആദിവാസികളെ മറ്റേ ഈ പിള്ളേർ തട്ടിക്കുന്ന സംഭവം പറയുന്നതാണ്. ശരി, പോയിക്കോ. ഈ ചേട്ടനും കൂടെയുള്ള ഓട്ടോക്കാരും സ്റ്റേബിളായി നിന്നില്ലായിരുന്നുവെങ്കിൽ അവർ ഞങ്ങളെ പൊടിപൊടിയാക്കിയേനെ. അല്ല, ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നീ വേഷം കെട്ടാ പറഞ്ഞത്. നമ്മുടെ ഈ പാലത്തിനടിയിലെ അപ്പിയിട്ട് മുള്ളി ഭക്ഷണം വെച്ച് കഴിച്ച് എത്ര പേര് ആ പാലത്തിനടി കിടക്കണം നോക്കി. കമ്പനി വൃത്തിയായിട്ട് അടിക്കുന്ന ഇവരൊക്കെയാ കാണുന്നത്. എന്നിട്ട് അവനെ നേരെ എസ് ഐയുടെ അടുത്ത് പോയി രഹസ്യമായിട്ട് പോയി പറയുന്നു. അല്ല, അവൻ ഇതിനകത്ത് എന്തെങ്കിലും റോൾ ഇല്ലെങ്കിൽ അവൻ എങ്ങനെ പറയും? എസ് ഐയുടെ അടുത്ത് ചെവി പോയി ഇവൻ രഹസ്യമായിട്ട് കാര്യം പറയുന്നു. എന്തൊരു ആവേശം നോക്കി. ആർക്ക് വേണ്ടി ആവേശപ്പെടണം? വീട്ടിൽ കയറി കൊച്ചുങ്ങളെ എടുത്തോണ്ട് പോകുമ്പോൾ ആർക്കും കുഴപ്പമില്ല. മോനെ അങ്ങനെ വല്ല വിഷമുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ട് കൊടുത്ത് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. അവര് വീടില്ല, അവരൊന്നും ചെയ്യൂലെന്ന്. അല്ല, എനിക്ക് പരാതിയുണ്ട്. ഞാൻ പരാതി പ്രാവശ്യം കൊടുത്താലും കംപ്ലൈന്റ്. ഇപ്പോഴത്തെ കോർപ്പറേഷൻകാരനങ്ങളില്ല. നിങ്ങൾ ആ കിടക്കുന്ന കച്ചറയുണ്ടോ? ഒന്ന് വന്നു. എന്താ ഈ പാലത്തിൻ്റെ എന്താ കിടക്കണേ? ഇവിടെ എന്താ കിടക്കണേ? നോക്കി, ഇതുണ്ടോ ഈ സാധനം നോക്ക്. ഇത് നോക്ക്. കാണിച്ചു കൊടുത്തു. കംപ്ലീറ്റ് സാധനം തുണിയൊക്കെ അലക്കിയിട്ട് കുടുംബമായിട്ട് ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞാൽ എടപ്പള്ളി പാലത്തിനിടെ കുടുംബവാഴ്ചയാണ്. കണ്ട് അവൻ എന്ത് വർത്താനം പറഞ്ഞു? അടിച്ചവന്റെ കർണം വിളിക്കണ്ട. അത് ഹവ വെച്ച് കിടക്കണ മാതിരി രാത്രി മുഴുവൻ ഇടിയും പ്രശ്നവും. ഇത് മുഴുവൻ അനുഭവിക്കുന്ന ഓട്ടോ ഡ്രൈവർമാരാണ്, CIT തൊഴിലാളികളാണ്, ഈ നാട്ടുകാരാണ്. അതിനിടെ ഓരോരുത്തന്മാരും എത്ര വൃത്തിയായിട്ട് കോർപ്പറേഷൻ ഇട്ടിരിക്കുന്ന സ്ഥലം ഇത്. അല്ല, നിങ്ങളിപ്പോ ഒന്നില്ലായിരുന്നു അവന്മാരെ ഇടിപിടുത്ത് തല്ലിയെന്നായിരുന്നു. അറിയാമോ? അല്ല, അവരെന്നെ ഉറപ്പ് തല്ലിയേനെ, എന്നെ തല്ലിയേനെ. അല്ല, ഇതുകൊണ്ടൊക്കെ പൈസക്കാരനാകാനാണ് ഞാൻ പണ്ടേ പൈസക്കാരനായത്. നൂറുകണക്കിന് ഈച്ചകൾ ഈ കുട്ടിയെ പൊതിഞ്ഞു നിൽക്കുന്നു. ആ സ്ത്രീയുടെ കയ്യിൽ വേറൊരു കുട്ടിയുമുണ്ട്. രാത്രിയായാൽ ഈ പാലത്തിനടിയിൽ നടക്കുന്ന കേളികൾ കണ്ടാൽ ജനം നടുങ്ങും. നാളെ ഇവിടുന്ന് പോണം കേട്ടാ. ആ കൊച്ചിനെ ഒരു 100 ഈച്ചയെ പിടിച്ചിരിക്കണം. ഒരു കാര്യം എല്ലാം ഓക്കെയാണ്. നിങ്ങൾ എന്ത് ചെയ്യാനാ? നമ്മളിങ്ങനെ കായ്പോയി. ഞാൻ ഇതിനകത്ത് പൈസ ഉണ്ടാക്കാൻ ഇറങ്ങിയേക്കുന്നത് മാധ്യമപ്രവർത്തനം അത്രയും പറ്റൂല. ഓരോരുത്തർ കാരണം നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഞാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും അങ്ങോട്ട് പാടില്ല. ഇല്ല, ഞാനിത് അറിഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നൊന്നല്ല. അറിയാൻ സംഭവിച്ചു പോകണം. ഇദ്ദേഹത്തിന്റെ സ്ഥിരം വീഡിയോ എടപ്പള്ളി പള്ളി ഉണ്ടല്ലോ, പള്ളിയുടെ ഉള്ളിൽ രാത്രി ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഇവരെ അങ്ങോട്ട് കുളിക്കാൻ വേണ്ടി കയറി. ഞാൻ ഇടക്കിടക്ക് പോകുന്നതാ, ഞാൻ കാണുന്ന അവിടെ. എൻ്റെ പ്രോബ്ലം മാറ്റാൻ വേണ്ടി കുറച്ച് പേര് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ അങ്ങോട്ട്. എനിക്ക് എന്താണ് പ്രോബ്ലം? ആ പോണ സ്ത്രീ അവർ ചോദിക്കുകയാണ് എൻ്റെ പ്രോബ്ലം എന്താണെന്ന്. എനിക്കെന്താ പ്രോബ്ലം? ഒരു കൊട്ട ആളുകളാണ് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കണത്. ഇനി ബെൻസ് കാറിലും BMW ഒക്കെ ആയിട്ട് ഇവരെ ഇറക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലൊക്കെ ഹാജരായിട്ടുള്ള നല്ല കൂടിയ വക്കീലന്മാർ വരും. എൻ്റെ പ്രോബ്ലം അറിയാൻ വേണ്ടി വന്നേക്കണം. ഇവര് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല, ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. ഇവർക്ക് വേണ്ടിയിട്ട് വരുന്ന ഹൈക്കോടതി മെയിൻ വക്കീലായിരിക്കും വരുന്നത്. ഇവർ വെറും ഭിക്ഷാടകരല്ല, ഇവർക്ക് വേണ്ടി ഹാജരാകുവാൻ വേണ്ടി പോകുന്ന ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരായിരിക്കും. അതുകൊണ്ട് കൃത്യമായി അനന്തര നടപടികൾ ചെയ്യണമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, SHO ആണ്. ഇവർക്കൊക്കെ പിന്നിൽ വൻ ശക്തികളുണ്ട് എന്നുള്ളത് മലയാളികൾ മുൻപേ സംശയിച്ചിരുന്നു. ഇദ്ദേഹം അത് കൃത്യമായി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. എനിക്ക് നെഞ്ചിന് പരിക്കുണ്ട്. എൻ്റെ ആ സ്ത്രീയാണ് എന്നെ ഇടിച്ചത്. ഈ ഉടുപ്പ് ഇങ്ങനെ വലിച്ച് എന്നെ പിടിച്ചവിടെ നിർത്തി. അതുകൂടാതെ ഇതെൻ്റെ എത്രാമത്തെ പരാതിയെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. കാരണം മുമ്പത്തെ ഓരോ കേസിലും കൃത്യമായിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടുത്ത പരാതി എന്നെ പലരും ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഒതുക്കലൊന്നും വീണു പോകാൻ വേണ്ടി ഞാൻ താല്പര്യത്തിലുള്ള ആളാണ്. പക്ഷേ നമുക്ക് എന്നും ഒരു സഹായം, സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പോലീസാണ്. പോലീസ് കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ
വാർത്ത ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരൊന്നും പിടിച്ചു കൊടുക്കാനോ ഒന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ നിന്നും ഇതുപോലെ ഒരു ക്രൈം ചെയ്ത് അതിന് ആ ഒരു വലിയൊരു ക്രൈം ചെയ്തു എന്നുള്ള ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഇവർ ഓടുന്നത്. ഭയങ്കര ഭീകരമായിട്ടുള്ള ഓട്ടം. അത് ഞാൻ പേടിച്ചുപോയി. കാരണം വല്ല വണ്ടിയുടെ ഇടയിൽ പെട്ടുപോയാൽ അത് മാത്രമല്ല, ഈ സ്ത്രീ അവിടുന്ന് ഓടിപ്പോയിട്ട് ഈ സ്ത്രീയുടെ അടുത്തു നിന്നും വേറെ ഏതോ ഒരുത്തം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. അതുവരെ കഥയിൽ ഇയാളില്ല, ഇയാൾ അവിടെ മറ്റുള്ള സാധനങ്ങൾ വിൽക്കുകയായിരിക്കാം, അറിയില്ല. പിന്നീട് ഈ സ്ത്രീയുടെ കയ്യിൽ വിൽപ്പനയ്ക്കുള്ള സാധന സാമഗ്രികൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ പ്രേക്ഷകരും കണ്ടതാണ്. ഇയാൾ ഈ കുട്ടിയുമായിട്ട് ഓടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചുപോയി. ഞാൻ പറഞ്ഞു ദയവായിട്ട് അയ്യോ പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കൊക്കെ മലയാളം അറിയാം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇവർക്കൊന്നും മലയാളം അറിയില്ല എന്നുള്ളതാണ്. അതെനിക്ക് പിന്നീട് മനസ്സിലായി. ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും ഭയപ്പെടുന്നവരല്ല എന്നുള്ളതിന് തെളിവാണ്. കാരണം നമ്മൾ മുൻപ് അത്രയും സഡനായിട്ട് ആക്ട് ചെയ്ത് കൂടിയിട്ട് ഇവരുടെ ഒരു കുത്തൊഴുക്ക് മാറിയിരുന്നു. ഈ ഭിക്ഷാടന മാഫിയ എന്ന് പറയുന്നത് വലിയ ലക്ഷറി കാറുകൾ രാവിലെ കൊണ്ട് നടക്കും, വൈകിട്ടൊരു 6 മണി 7 മണി സന്ധ്യയാകുമ്പോൾ കുറേ പേരെ കൊണ്ടുപോകും, പിന്നെ രാത്രി കുറേ പേര് പാലത്തിനടിയിലുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. കാരണം വീട്ടിൽ കയറി ഒരു കുട്ടി അടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയ സ്ത്രീ നമ്മൾ പാതിരാത്രി 2 മണി പുലർച്ചെ 2 മണിയോടുകൂടി നമ്മൾ കലൂർ മെട്രോ പില്ലറിനടിയിൽ നമ്മൾ ആ സ്ത്രീയെ കണ്ടെത്തി. എന്തുകൊണ്ട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ സ്റ്റേഷനിൽ ഇവരെ അങ്ങനെ അമ്മയും കുഞ്ഞിനെ ഒന്നും രാത്രി സമയത്തൊന്നും ഇരുത്താൻ വേണ്ടി പറ്റില്ല. നമ്മുടെ നിയമം അങ്ങനെ. മുൻപ് ഇതുപോലെ സമാനമായ ഒരു കേസിന് കുറേ ബംഗാളികൾ പ്രശ്നം ഉണ്ടാക്കി അവർ തമ്മിൽ അങ്ങോട്ടും കൂടി അടിപൊളി. ഞാൻ പോലീസിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു SIയും പാർട്ടി എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്കും വല്ലാതെ ക്രിമിനൽ ആയിട്ടുള്ളവരാണ് ഇവരെന്നുള്ളത് പോലീസിന് മനസ്സിലായി. ഇവർ നേരെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെ വന്നപ്പോഴത്തേക്കും പോലീസ് ഇവരോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഇവർ മാറി നിൽക്കുന്നില്ല. ഇവർ തമ്മിൽ ഭയങ്കര വിഷയങ്ങളുണ്ടാവണം. അങ്ങനെ വന്നപ്പോഴത്തേക്കും SI ലാത്തി വീശി ഈ ബംഗാളിയെ മീൻസ് ഈ ചുവരൽ പോലുള്ള സാധനമൊക്കെ എടുത്തിട്ട് മീൻസ് വീശി അടിച്ചു. ഇവന്മാരപ്പത്തേക്ക് ഓടി, ലാത്തി വീശിയപ്പോഴത്തേക്ക് ഇവന്മാർ ഓടി. ഇത് നമ്മുടെ ക്യാമറയിലുണ്ട്. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പോകാൻ സമയത്ത് എന്നോട് പറഞ്ഞു, ജെയിംസെ വിഷ്വൽ നിങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്, അത് പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അറിയാലോ മനുഷ്യാവകാശ കമ്മീഷൻ അവരൊക്കെ ഇടപെടും, വകുപ്പങ്ങ് മാറും, നമ്മളെ അത് ബാധിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ വിഷ്വൽ പുറത്തു പോകില്ല, ഒരു സംശയം വേണ്ട. കാരണം ഇവന്മാരിവിടെ കാണിച്ച ക്രൈമൊക്കെ ഞാനവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ രാത്രി 1 മണി 2 മണി സമയത്ത് ഇവന്മാരെ പാലത്തിനടി കിടന്ന് കാണിച്ച വിക്രികൾ മുഴുവൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് സമയമായി. അത് കഴിഞ്ഞൊരു സാധു മനുഷ്യൻ ഏകദേശം ഒരു 70ഓളം വയസ്സ് പ്രായമുള്ളൊരു മനുഷ്യൻ ഒരു ബാഗ് തലയ്ക്ക് വെച്ച് കിടക്കുകയാണ്. അയാളുടെ കാലെ പിടിച്ച് ഒറ്റ ചാടിയിറങ്ങി ചാടിക്കുകയാണ്. ക്യാമറ ഓൺ ആക്കാൻ വേണ്ടി നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം. ക്യാമറ എടുത്ത് ഓണാക്കിയപ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോയി. ഈ മനുഷ്യൻ തലയടിച്ച് തറയിലോട്ട് വീഴുകയാണ്. ഇയാളുടെ ബാഗ് എടുത്തിട്ട് ഇവന്മാർ പോകണം. അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം നിന്നു. ഇവന്മാർ 3-4 പേരുണ്ട്. ഇവന്മാരെ കൂടെ എന്നെ ആക്രമിച്ച എൻ്റെ അവസ്ഥ എന്താവും ഒന്നും അറിയില്ല. തൊട്ടപ്പുറത്ത് ഓട്ടോ ഡ്രൈവർമാരുണ്ടായിരുന്നു. നമുക്കിവിടെ ഈ ഓട്ടോ ഡ്രൈവർമാരും CCTVക്കാരാണ് നമ്മൾ പലപ്പോഴും നമുക്ക് സഹായമായിട്ടുള്ളത്. എന്തായാലും അവരെല്ലാം കൂടെ ഓടി വന്നു. പ്രായമായിട്ടുള്ള ആൾ തലയടിച്ച് വീണ ആ ഒരു സംഭവം വന്നതോടുകൂടി എല്ലാവരും കൂടി ഇവന്മാരെ പിടിച്ച് നിർത്തി. പോലീസ് വളരെ പെട്ടെന്ന് വന്നു കഴിഞ്ഞ് അവസ്ഥ മനസ്സിലോട്ടിട്ട് അവർ ലാത്തി വീശി അടിച്ചു. ആ വിഷ്വൽ പുറത്തു പോയാൽ എന്താണ് അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ പോലീസുകാർ പള്ളി പോയി കൈ മിരിച്ചു പിടിച്ച് മുട്ടുപോയി പ്രാർത്ഥിക്കുന്നവരും അല്ലെങ്കിൽ എന്താ പറയുക ശയന പ്രദർശനം നടത്തുന്നവരും വലിയ പ്രാർത്ഥനയുടെ മനോഭാവത്തിലേക്ക് പോകും. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രം മതി, ഞങ്ങൾ ഇതിനൊന്നും ലാത്തി വീശുമൊന്നുമില്ല എന്നൊക്കെയുള്ളൊരു പുണ്യവാന്മാരുടെ മാർഗ്ഗമാണ് ഈ പോലീസുകാർ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ എന്താണ്? നല്ല നട്ടലുള്ള പോലീസുകാർ വേണം. ലാത്തി വീശി അടിക്കണം. ഇവനൊക്കെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനന്തര നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനൊന്നും തൊടാൻ വേണ്ടി പറ്റില്ല. ഗോവിന്ദചാമിയെ കണ്ടല്ലോ, ഗോവിന്ദചാമി തിന്ന് മുറ്റി നമ്മളെല്ലാവരും കൂടി കരം കിട്ടുന്ന പൈസയാണ്. ആ കാശ് മുഴുവൻ ഇതുപോലുള്ള ക്രിമിനൽസിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയാണ്. നമ്മുടെ ജയിലുകളിലൊക്കെയുള്ള എത്രയോ അന്യസംസ്ഥാനക്കാർ ഇവന്മാരെയൊക്കെ അങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവൻ ജയിലിൽ ചാടി, നമ്മളെല്ലാവരും കണ്ടതാണ്. അവൻ ഇതിനൊക്കെയുള്ള ആരോഗ്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാനും നിങ്ങളും ഈ നാട്ടുകാർ കരമടക്കുന്ന പൈസയിലാണ് ഇവന്റെയൊക്കെ ഈ അന്നവും ഇവന്റെ ഈ തിന്ന് വീർക്കലും. അതിന് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ്, നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കോടതി പറയുന്നവർ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നിയമം കയ്യിലെടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ പോലീസ് സഡനായിട്ട് ആക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ക്രൈമുകൾ നമ്മുടെ നാട്ടിൽ നടക്കും. കാരണം എനിക്കറിയാം ഈ വകുപ്പ് ന്യായം പറയുന്ന ആരും നമുക്കൊരു അടിയന്തര സഹായം ആ സമയത്ത് ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ പോലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സർക്കിളിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വളരെ ദുഃഖം ഉണ്ടാക്കി. കാരണം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞെന്ന് പറയുമ്പോൾ അവർ ഭിക്ഷ കണ്ടതിന് നിങ്ങൾക്ക് എന്താ, നിങ്ങളിതിന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? അവർ ഭിക്ഷ കണ്ടിട്ട് പോയിക്കോട്ടെ, അവരുടെ ജീവിതമാർഗ്ഗമല്ലേ. അവർ വേണ്ട ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ്, ആ കൊച്ചു അവരുടെയാണെന്നുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഞാൻ പേപ്പർ കണ്ടു, ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിൽ എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്ത് എന്താണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്. അത് മാത്രമല്ല ഇവൻ്റെ സ്മാർട്ട് ഫോൺ തുറന്ന് ഇവൻ ഒട്ടനവധി ഫോട്ടോകൾ കാണിച്ചു കൊടുക്കും. ഇവൻ്റെ നാട്ടിൽ വെൽ സെറ്റിൽഡ് ആയിട്ട് നല്ല ഡ്രസ്സിൽ ഇവരെല്ലാവരും കൂടി നിൽക്കുന്ന ഇവരുടെ ഫാമിലി ഫോട്ടോ ആണെന്ന് പറഞ്ഞ് കുറേയേറെ ഫോട്ടോസ് ഈ SHOയെ കാണിച്ചു കൊടുത്തു. ഈ ഫോട്ടോ ഒക്കെ കണ്ടുകൂടിയിട്ട് SHO കണ്ടോ അവർ നല്ല കുടുംബമുണ്ട്, നല്ല ജീവിത ചുറ്റുപാടുള്ള ആളാണ്, അവരിവിടെ വന്നിട്ട് സാധനങ്ങൾ വിൽക്കുന്നതിന് നിങ്ങൾക്ക് എന്താ, സാധനങ്ങൾ വിൽക്കുന്നതിന് നമുക്ക് എന്താ? സാധനങ്ങൾ അവർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഏത് സംസ്ഥാനത്തുള്ളവർക്കും ഒന്ന് തൊഴിൽ ചെയ്യാൻ വേണ്ടി പാടില്ലേ? അതല്ല വിഷയം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് 1.5 വയസ്സോ 1.5 വയസ്സോ 1.25 വയസ്സോ പറ്റുള്ളൂ ആ കുഞ്ഞിനെ വെച്ചിട്ട് മഴയെ നനഞ്ഞ് നമ്മളെല്ലാത്തിനും ഒരു തച്ച് പറയില്ലേ 8 മണിക്കൂർ ജോലി അല്ല 12 മണിക്കൂർ ജോലി. ഈ കൊച്ചിനെ കഴിഞ്ഞ ദിവസം വരെ ഞാൻ നോക്കുക, എല്ലാ ദിവസവും ഈ കുട്ടിയുമായിട്ട് ഈ സിഗ്നലുകളിൽ ഭിക്ഷാടനമാണ്. അത് മാത്രമല്ല മഴയാണെന്നുണ്ടെങ്കിൽ കോട പിടിക്കാൻ പാടില്ല. ആ കൊച്ചിനെ ഈ മഴയെ നനയിച്ച് ഞാനത് കണ്ടിട്ട് അത് കഴിഞ്ഞ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടതാണ്. അവിടെയുള്ള 1-2 പേര് എന്നെ ആക്രമിക്കാൻ
വേണ്ടി വന്നു. 150 പേരിൽ എന്നാൽ 2 പേരെ വന്നുള്ളൂ. അതെന്തായാലും ഒരു ആശ്വാസം. ആ സ്ത്രീ ആ കുഞ്ഞിനായിട്ട് നിൽക്കുന്നത് ഞാൻ അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞു, ഇതെന്താ ഇത് ബിഷാറിനോട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ക്യാമറമാൻ പുറകിൽ കൂടെ ദൂരത്ത് 50 മീറ്റർ ദൂരത്തെ ക്യാമറമാൻ നിൽക്കുന്നത്. അത്രയും ദൂരത്ത് നിന്ന് ക്യാമറ കണ്ടുപിടിച്ച് ഒറ്റ ഓട്ടോ. ഈ ഓട്ടം ഓടി എവിടെ നിന്നോ ഒരുത്തും പ്രത്യക്ഷപ്പെടുന്നു. അവൻ കുഞ്ഞിനായിട്ട് ഓടുന്നു. അത് കഴിഞ്ഞ് പോലീസിൽ വിളിച്ചു. അവിടെ നിന്നവരെല്ലാവരും മാറി 112 വിളിച്ചു. അങ്ങനെ പോലീസ് വിളിച്ചു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരും വസ്തുത നമ്മളെപ്പോഴും മനസ്സിലാക്കണം. കാരണം 30 പോലീസുകാർ വേണ്ടടുത്ത് പോലീസ് സ്റ്റേഷനിലുള്ളത് 5-6 പോലീസുകാർ എന്ന് വെച്ചാൽ അവർ നാനാവധിക്കും അവരെ ഒരു ഒറ്റ വണ്ടി അവർക്കുള്ളത്, അല്ലെങ്കിൽ 2 വണ്ടി, SHOക്ക് ഒരു വണ്ടി, അല്ലെങ്കിൽ പിന്നെ ഒരു കോമൺ ആയിട്ട് ഒരു വണ്ടി ഉണ്ടാവുള്ളൂ. പല പോലീസ് സ്റ്റേഷനിൽ SHOയുടെ വണ്ടിയിലാണ് ബാക്കി പോലീസുകാർ നടക്കുന്നത്. അതാണ് അവരുടെ അവസ്ഥ. അവർക്ക് ഈ വണ്ടി എടുത്തോണ്ട് വരണം എന്നുണ്ടെങ്കിൽ അവർ മറ്റേ ദിവ്യത്തുള്ളവരൊന്നും അല്ലല്ലോ, വായു കൂടെ പറഞ്ഞു വരാനും പറ്റില്ലല്ലോ. അതുപോലെ തന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടപ്പള്ളി സിഗ്നലിൽ വെച്ചിട്ട് ഈ സാധനങ്ങൾ, വലിയ സ്റ്റിക്കും സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട്, ഈ ഹിന്ദിക്കാർ. അപ്പോൾ ഒരു കാറിൽ വന്ന് തട്ടിയിട്ട് ഈ സ്റ്റിക്ക്, ഈ സാധനങ്ങളെല്ലാം അവിടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഈ സ്റ്റിക്ക് എടുത്തിട്ട് ഗ്ലാസ് ഇവൻ താത്തിയില്ല, വേണ്ടെന്ന് പറഞ്ഞു കൈ കാണിച്ചപ്പോഴത്തേക്കും ഗ്ലാസ് താത്താൻ പറഞ്ഞ് വീണ്ടും മുട്ടി. ഗ്ലാസ് താത്തിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ സ്റ്റിക്ക് തിരിച്ചു ഒറ്റടി സൈഡ് ഗ്ലാസ് പൊട്ടിപ്പോയി. നിങ്ങൾ നോർത്ത് നോക്കിക്കേ. അയാൾ പറയാ പുതിയ വണ്ടി എന്റെ സൈഡ് ഗ്ലാസ് പൊട്ടിപ്പോയിന്ന്. അത്ര പെട്ടെന്നൊന്നും സൈഡ് ഗ്ലാസ് പൊട്ടൂല. അപ്പൊ എന്ത് ജാതി അടിയായിരിക്കും ഈ വധൂരി അടിച്ചേക്കണത്. ഉടനെ തന്നെ റെഡ് മാറി ഗ്രീൻ വന്നു. അപ്പൊ തന്നെ വണ്ടിയെല്ലാം നമ്മൾ വിട്ടുപോയി. വീട്ടിൽ പോയിട്ട് നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞങ്ങളുടെ ഗ്ലാസ് വലിപ്പൊട്ടിച്ചു സാറേ, ഒരു വാർത്ത അടിയന്തര നടപടി. ഞാനായിരുന്നു അടിയന്തര, ലോ ആൻഡ് ഓർഡർ ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾ അവിടുത്തെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? ഇല്ല സാറേ ഗ്രീൻ വീണു, ഞങ്ങളിങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞു ഗ്രീൻ വീണ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് യൂട്ടേൺ എടുത്ത് പോകാൻ പാടില്ല. ഇത് എന്നെ പോലുള്ളവരുടെയോ അല്ലെങ്കിൽ എല്ലാവരും അത് ചെയ്യണ്ടേ? SHOയുടെ മുമ്പിൽ ഞാനിരുന്ന് ഉരുകിപ്പോയി. അയാൾ എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ, അങ്ങനെ പരാതി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലുണ്ടോ? ഞാൻ പറഞ്ഞു സാറേ പരാതി കൊടുക്കാൻ ഗ്രീൻ ലൈറ്റ് വീണു, അയാൾ മൂവ് ചെയ്ത് അങ്ങോട്ട് പോയി. അയാൾ വീട്ടിൽ പോയി ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അയാൾ കുടുംബമായിട്ട്. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുത്തതെന്ന് വെച്ചാൽ കുടുംബമായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് എന്ത് കുടുംബം ഉണ്ടെങ്കിലും ശരി, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, നമുക്ക് എഗൈൻസ്റ്റ് അടിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മളത് ലീഗലി അത് പേപ്പറിലാക്കണം. നിങ്ങൾ പരാതി കൊടുത്ത പരാതിയുടെ ആ റെസീറ്റ് മേടിച്ചിട്ട് വേണം നിങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട്. റെസീറ്റ് ഒരുമാതിരിപ്പെട്ട പോലീസ് സ്റ്റേഷൻ ചിലപ്പോൾ അവർ തരില്ല, കാരണം അവർ തിരക്കുകളിലൊക്കെ ആണെന്ന് അവർ പറയണം. എൻ്റെ പരാതി റെസീറ്റ് എനിക്ക് തരാൻ വേണ്ടി പറയണം. ആ റെസീറ്റ് മേടിച്ചിട്ട് ഇപ്പം എനിക്ക് അനുഭവം ഉണ്ടായി. ഇപ്പോൾ എന്നെ ഇതുകൊണ്ട് ആക്രമിച്ച് ഈ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ നേരെ SHOയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് പരാതിയുണ്ട്, എന്നെ ആക്രമിച്ചു, ഈ സ്ത്രീ എന്നെ ആക്രമിച്ചു നടു റോഡിൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു ഒരു പേപ്പറിൽ എഴുതി തരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ പേപ്പറിൽ എഴുതി കൊടുത്തു. പക്ഷേ ഇന്നത്തെ വെപ്രാളത്തിന് കാരണം എനിക്ക് ആ പരാതിയുടെ മീൻസ് റെസീറ്റ് മേടിക്കാൻ വേണ്ടി പറ്റിയില്ല. SIയുടെ കൊടുത്തു, SI SHOയ്ക്ക് കൊടുത്തു. അതിന് ശേഷമാണ് എന്നെ വിളിച്ചിരുന്നത്. പിന്നെ CWC ആൾ വന്നു. CWC ആൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ SHO എന്നോട് പറഞ്ഞത് അവർ നിങ്ങൾക്കെതിരെ പരാതി തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? SHO എന്നോട് ചോദിച്ചു തരും. ഞാൻ പറഞ്ഞു സാറേ അവർ പരാതി തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനും? അവർ പരാതി തരട്ടെ, അല്ലെങ്കിൽ ഞാനെന്താ പറയണ്ടേ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറേ ഞാൻ പോലീസിന് അഗേൻസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ല, എനിക്ക് 1-2 വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എൻ്റെ ക്യാമറമാൻ തല്ലാൻ വന്നു കഴിഞ്ഞാൽ എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്നേ. അതിനിടെ ഒരുത്തും അവിടെ പറഞ്ഞല്ലേ കണ്ടന്റ് ഉണ്ടാക്കാൻ, എനിക്കൊരു കണ്ടന്റ് ഉണ്ടാക്കണം. ഞാൻ ഇതിൻ്റെ പേരിലൊന്നും 10 ദിവസം നിന്ന് വരെ കൈപ്പറ്റിയിട്ടുള്ള ആളോ ഞാൻ നെഞ്ചു വിരിച്ച് പറയും, എനിക്കെതിരെ ഒരു പെറ്റിക്കേസ് പോലും ഇല്ല. അപ്പോൾ ഈ വകുപ്പിൽ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞ് പരാതി എഴുതി മേടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യത? ഞാനപ്പോൾ തന്നെ ADGP വെങ്കടേഷ് സാറിനെ വിളിച്ചു പറഞ്ഞു, ഉയർന്ന ഉദ്യോഗസ്ഥരെ ഞാൻ വിളിച്ചു പറഞ്ഞു കാര്യങ്ങൾ. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ അടുത്ത് ഞാൻ വിവരം വിളിച്ചു പറഞ്ഞു. രാജസ്ഥാനിൽ നിന്ന് വന്നാണ്, അവരുടെ തന്നെ കുഞ്ഞാണ്, ആയിക്കോട്ടെ അവരുടെ കുഞ്ഞാൽ നമ്മളാരെങ്കിലും പറഞ്ഞു. പക്ഷെ അവരെന്താണ് അങ്ങനെ ഓടി? ഈ നാട്ടിൽ നിന്നും കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഇവർക്കൊക്കെ ഏകദേശം ഇപ്പം ധാരണയുണ്ട്. ഇവരെന്ത് ചെയ്യും? UP ബീഹാറിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും. അപ്പോൾ ഇതിനെതിരേക്ക് റിയാക്ട് ചെയ്യുമ്പോൾ എന്നെ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞോട്ടെ എനിക്കൊരു സങ്കടമൊന്നുമില്ല. പക്ഷെ പോലീസ് എന്നെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല. ആളുകൾക്ക് ഈ സിനിമക്കാർ കുറച്ച് തുണിയും ഗുണമില്ലാതെ ഇതിലൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യാനും കാണിക്കാനും ഒക്കെ ആയിട്ട്, അല്ല അത് കാണാൻ വേണ്ടി ഒട്ടനവധി ആളുകളാണ്. ഒറ്റ ദിവസം കൊണ്ട് 5 ലക്ഷം പേര് 500K ഒക്കെ പോകുന്നത്. 10-12 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വിൽക്കുന്ന സ്ത്രീനെ ഞാൻ 1.5 വർഷം പുറകെ നടന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് നീ ഒരു വ്ളോഗർ അല്ലേ? അപ്പം നിന്നെ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് തിരുത്തുണ്ട്, എൻ്റെ വാർത്തകൾ എല്ലാ പ്ലാറ്റ്ഫോമിലും വരുന്നുണ്ട്. ഞാൻ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ്. മാത്രമല്ല നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇന്റർവ്യൂ. മില്യനാണ് അതിൻ്റെ വ്യൂ. എത്രയോ പേര് പ്രേക്ഷകർക്ക് എല്ലാവരും അത് കണ്ടിട്ടുണ്ടത്. അത് ഞാനാണ് ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത്. 18 വർഷം മുന്നേ എടുത്തിട്ടുള്ള കണ്ടന്റാണത്. മാധ്യമപ്രവർത്തനം നല്ല ഡീസൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. വഴിവിട്ട മാർഗത്തിൽ കൂടി ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഇന്നോട് ചെയ്യുകയുമില്ല. അപ്പം അറിയില്ല നീ ആരാണ്, നീ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള മറുപടിക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ശ്രീ ഉമ്മൻചാണ്ടി, കേരളത്തിലെ ചെറുപ്പക്കാർ അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു വിസ എടുത്ത് പുറത്തോട്ട് പോകുക എന്നുള്ളതല്ല നമ്മുടെ സ്റ്റേറ്റിനെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. ജെയിംസിൻ്റെ ചോദ്യങ്ങൾ അതിന് ഞാൻ വിശദമായി മറുപടി നൽകിയത് നിങ്ങൾ കേട്ടിട്ടുണ്ട്.